നമസ്കാരം, എല്ലാവർക്കും ടേസ്റ്റി ട്രീസിലേക്ക് സ്വാഗതം. ഞാൻ AnuSreenath. ഇന്നത്തെ എൻ്റെ റെസിപ്പി കടലക്കറിയാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തരണം കേട്ടോ. അപ്പോൾ ഇനി വീഡിയോ കാണാം. കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച 1 കപ്പ് കറുത്ത കടല ഞാൻ എടുത്തിട്ടുണ്ട്. ഈ കടല നമുക്ക് ആദ്യം തന്നെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട്, ഒരു 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കടലയുടെ കൂടെ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തേങ്ങാക്കൊത്ത് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ വെളുത്തുള്ളി ഇങ്ങനെ ചേർക്കുമ്പം കറിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും. നമ്മളിപ്പോൾ ഇത് കടല വെന്ത് കഴിഞ്ഞിട്ട് കുക്കർ തുറന്ന് കഴിയുമ്പം അതിൻ്റെ ആ ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടും. പിന്നെ ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതിന്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കടല ഇട്ട് കൊടുക്കുക, തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റുള്ള ഒരു കടലക്കറി ആട്ടോ ഇത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 2 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിരുന്നത്, 2 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. ഈ കടലയെല്ലാം ഫുള്ളായിട്ട് മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളം മതി. പിന്നെ ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കിയിട്ട് കുക്കർ അടച്ചു വയ്ക്കാം. ഇനി ഈ കുക്കർ ഞാൻ ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് 4 വിസിലും കൂടെ കേൾക്കുന്നിടം വരെ വെക്കും. അതിനുശേഷം ഓഫ് ചെയ്തിട്ട് പിന്നെ പ്രഷർ പോയി കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോഴത്തേക്കും കടല നന്നായിട്ട് വെന്ത് കിട്ടും. നോർമലി എല്ലാ കടലയും അങ്ങനെ വെന്ത് കിട്ടും. പിന്നെ നിങ്ങൾ എടുക്കുന്ന കടലയ്ക്ക് വേവ് കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്താൽ മതി. ഇനി കടല വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഫ്ലെയിം ഇത്തിരി കൂട്ടിയിട്ടിട്ട് പെട്ടെന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടാൽ മതി. പിന്നെ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്ത് വറുത്തെടുത്താൽ മതി. പിന്നെ മല്ലിയും മുളകും ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിനകത്തോട്ട് വരെ ഇട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ പൊടികളാണ് ചേർക്കുന്നത്. തേങ്ങ നല്ല പാകത്തിന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട സവോള വഴറ്റിയെടുക്കാം. അതിനൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചേർക്കുന്നതായിരിക്കും ഇതിന് കൂടുതൽ ടേസ്റ്റ്. ഇനി അതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം കടല വേവിക്കാൻ വെച്ചപ്പോൾ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. മീഡിയം സൈസ് 2 സവോള ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. 1 കപ്പ് കടല എടുത്തിട്ടുണ്ട്, അപ്പോൾ അതിന് ഇത്രയും സവോള വേണം. ഇപ്പോൾ സവോള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഇത് ഞാൻ ചേർക്കുന്ന 1.5 സ്പൂൺ മുളക് പൊടിയാണ്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയും മുളകും പെരിഞ്ജീരകവും ഒക്കെ ഹോളായിട്ടുള്ള ചേർക്കുന്നതെങ്കിൽ തേങ്ങ വറുക്കുന്ന സമയത്ത് തന്നെ അതെല്ലാം ചേർത്തിട്ട് ആ കൂടെ നന്നായിട്ട് വറുത്തെടുത്തിട്ട് തേങ്ങ അരയ്ക്കുമ്പോൾ അരച്ചെടുക്കണം ആ കൂടെ. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ കുരുമുളക് പൊടി ചേർക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടായിരുന്നു. കാരണം പിന്നെ നല്ല ചൂടുണ്ട്, അല്ലെങ്കിൽ പിന്നെ പൊടികളൊക്കെ ആകെ മൂത്ത് പോകും. ഇനിയിപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. കുക്കർ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തുറന്നു നോക്കാം. കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളമുണ്ട്. തേങ്ങ വറുത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തേ. ഇതിപ്പോൾ കണ്ടോ വറുത്ത് കഴിഞ്ഞപ്പം 5 സ്പൂൺ തേങ്ങയുണ്ട്. ഇത് ഞാൻ ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. ഇതിപ്പോൾ ഞാനൊരു 10 സെക്കൻഡ് പൊടിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന കടലയാണ്. ഇതിപ്പോൾ ചൂടുള്ള കടലയാണ്, പക്ഷേ ഇതിൽ അരയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളിനി അരയ്ക്കാൻ വേണ്ടി ഇത്തിരി വെള്ളം ചേർക്കും. പിന്നെ ഈ തേങ്ങയ്ക്കൊന്നും ചൂടില്ല, അതുകൊണ്ട് മിക്സിയുടെ ജാറ് ചൂടാവുമൊന്നുമില്ല. ഞാനിതിപ്പോൾ 2 സ്പൂൺ കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കടല ചേർത്ത് അരച്ചെടുക്കുമ്പം ഒന്നാമത്തെ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഈ തേങ്ങ വറുത്തതിൻ്റെ കൂടെ ഇത് അരച്ചെടുക്കുന്ന ഈ പൊടികളൊക്കെ ചേർന്നിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതുവരെ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഇനിയിപ്പം ഞാനൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. കടലയും വെന്തിട്ടുണ്ട്, തേങ്ങ വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. കടല ഇട്ട് കൊടുക്കാം ആദ്യം. ഇനി തേങ്ങ അരച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനിയിപ്പോൾ ഇതിൻ്റെ തിള വന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് തിളയ്ക്കണം. അങ്ങനെ ചെയ്താലേ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് റെഡി ആയിട്ട് വരുള്ളൂ. കടലക്കറി അവിടെ നിന്ന് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള എടുക്കാം. ഒരു പാൻ വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ തന്നെയാണ് വേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് വത്തൽമുളകും കറിവേപ്പിലയിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ കടലക്കറി തിളച്ച് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിനി കടലക്കറി വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കട്ടോ. ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാനും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.